എറണാകുളം ജില്ലയിലെ ഭൂരിഭാഗം വിശ്വാസികളും ആഗ്രഹിക്കുന്ന ജനാഭിമുഖ കുർബാനയെന്ന് കടമക്കുടി പള്ളിവികാരി സ്ഥാനം രാജിവെച്ച ഫാദർ അഗസ്റ്റിൻ വട്ടോളി. അൾത്താര അഭിമുഖ കുർബാന തോക്കിൻ മുനയിൽ നിർത്തി ചൊല്ലിപ്പിക്കുന്നതിനോട് എതിർപ്പുണ്ടെന്നും ഫാദർ അഗസ്റ്റിൻ വട്ടോളി 24-നോട്. സുർജിത് അയ്യപ്പൻ റിപ്പോർട്ട് ഫ്രം വയനാട്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ള കടമക്കുടി പള്ളി വികാരി സ്ഥാനമൊഴിഞ്ഞ ഫാദർ അഗസ്റ്റിൻ വട്ടോലി നമ്മോടൊപ്പം ചേരുകയാണ്. ഫാദർ, ഈ കുർബാനയ്ക്കിടയിലാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്? അത് ഒരുപാട് കാലമായി 10-50 വർഷമായിട്ട് നടക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തോട് ബന്ധപ്പെടുത്തിയിട്ട് അത് ജനാഭിമുഖ കുർബാന വേണമെന്ന് ഒരു ഭാഗം, അൾത്താരാഭിമുഖ കുർബാന വേണമെന്ന് മറ്റൊരു ഭാഗം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങളും വൈദികരും വിശ്വാസികൾ മുഴുവൻ സമൂഹവും 99% ആഗ്രഹിക്കുന്നത് ജനാഭിമുഖ കുർബാനയാണ്. അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. തോക്കിൻ മുനയിൽ നിർത്തിയിട്ട് ഇത് ചൊല്ലിയിരിക്കണം, ചൊല്ലിയില്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ നടപടികൾക്കെതിരാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മനസാക്ഷിക്കനുസരിച്ച് ഈ കുർബാന ചൊല്ലുക സാധ്യമല്ല. ജനങ്ങളെ ഒന്നിപ്പിക്കേണ്ട ഒരു പ്രാർത്ഥന ഭിന്നിപ്പിന് കാരണമാകുന്നത്, അത് ഭിന്നിപ്പിൻ്റെ സ്വരമായി മാറുന്നത് ഒരു കാരണവശാലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവരുടെ വാദങ്ങളെ, അവരുടെ താല്പര്യങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെ ചവിട്ടി മതിച്ചുകൊണ്ടാണ് ഒരു ബുൾഡോസിങ് നടത്തുന്നത്. ആ ബുൾഡോസിങ് ജനാധിപത്യ വിരുദ്ധമാണ്, ക്രിസ്തു വിരുദ്ധമാണ്, യേശുവിൻ്റെ നിലപാടുകൾക്ക്, മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ്, അത് മനുഷ്യവിരുദ്ധമാണ്. ആദ്യം ഇതിനകത്ത് ഈ ഭൂമി ഇടപാട്, അതോടൊപ്പം തന്നെ കന്യാസ്ത്രീ പീഡന വിഷയം ഉണ്ടായി. ആ ഘട്ടത്തിലൊക്കെ അച്ഛൻ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു സ്റ്റാൻഡ് എടുത്ത ഒരാളാണ്. ഒരു കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്താലും ചോദ്യം ചെയ്യപ്പെടില്ല, എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല ഇവിടെ എന്ന് പറയുന്ന ഒരു മെത്രാൻ്റെ പരമാധികാര ധാർഷ്ട്യമുണ്ടല്ലോ, ഒരു മാടമ്പിത്തരം. ഭൂമി കച്ചവട കുംഭകോണം അത് ഒരുപക്ഷെ ഈ കുർബാന വിഷയം എടുത്തിടാൻ കാരണം ഈ ഭൂമി കുംഭകോണ വിഷയം, ആ ചർച്ചയുടെ ഗതിവിഗതികൾ മാറ്റാൻ വേണ്ടി കൂടി ആയിരിക്കാം ഇത്തരത്തിലുള്ളൊരു കാര്യമെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നതിൽ അങ്ങനെയാണ് തെറ്റു പറയാൻ പറ്റുക. ഞാൻ ഇവിടെ ഇടവക ജീവിതത്തിലേക്ക്, ഇടവക പ്രവർത്തനത്തിലേക്ക് മാറിയെങ്കിലും എൻ്റെ ജനകീയ സമരങ്ങളിലുള്ള എൻ്റെ ഭാഗഭാഗിത്വം ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും സാമൂഹ്യ പ്രവർത്തനത്തിലും സാമൂഹിക പ്രത്യേകിച്ച് ഈ ജനകീയ വിഷയങ്ങളിലും കൂടുതൽ ഏകാഗ്രമായി, കൂടുതൽ ശ്രദ്ധയോടുകൂടി പങ്കെടുക്കണം, അതിലേക്ക് മടങ്ങി പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ ഈ വൈദിക വൃത്തിയിൽ ഈ ഒരു വികാരി എന്നുള്ള അത്തരം ഇടപെടൽ, അത്തരം സാധ്യതകളുണ്ടോ മുന്നിൽ? ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ലിറ്റാർജിക്കൽ വേരിയൻ്റായി എന്നാണോ ജനാഭിമുഖ കുർബാന ആരാധന അവകാശമായി എറണാകുളം അങ്കമാലിയിൽ അത് പ്രഖ്യാപിക്കപ്പെടുന്നത്, നടപ്പിലാക്കപ്പെടുന്നത്, അന്ന് എൻ്റെ രാജി പിൻവലിച്ചുകൊണ്ടുള്ള എഴുത്ത് ഞാൻ തിരിച്ചു നൽകും. അത് ഞാൻ വളരെ വ്യക്തമാക്കിയിട്ടുള്ളത്. തൽക്കാലം മാറി നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, എന്നേക്ക് മാറി നിൽക്കുന്നു എന്നല്ല. നിലപാടുകൾ പങ്കുവെക്കുകയായിരുന്നു ഫാദർ അഗസ്റ്റിൻ വട്ടോലി. സുർജിത് അയ്യപ്പൻ, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.